ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കൂടുതലായും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ? എന്നാൽ ഗൂഗിൾ പേയുടെ ഒരു അടിപൊളി ട്രിക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നോർമലി നമ്മളെല്ലാം പല ഷോപ്പിലും പോയി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആയിരിക്കും ചെയ്യുന്നത്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഗൂഗിൾ പേയുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെ തപ്പേണ്ടി വരും. എന്നാൽ ഇനി മുതൽ അതിന്റെ ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ഗൂഗിൾ പേ സെറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് കൊണ്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. സോ അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായി. സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. സാധാരണ നമ്മൾ ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. അതിനുശേഷം നമുക്കിപ്പോൾ QR കോഡാണ് ചെയ്യേണ്ടതെങ്കിൽ ആ QR കോഡ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്കാൻ ചെയ്യും അല്ലേ. ഇനി അതല്ലെങ്കിൽ പേ ഫോൺ നമ്പർ ആണെങ്കിൽ ആ പേ ഫോൺ നമ്പർ ഒന്ന് ഓപ്പൺ ചെയ്യൂ. അതിനുശേഷം പേ ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. എന്നാൽ ഇതിലേറെ എളുപ്പത്തിൽ ചെയ്യാനുള്ളൊരു ട്രിക്ക് പറഞ്ഞു തരാം. അതിനുവേണ്ടി ഗൂഗിൾ പേ ആപ്പ് ഒന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഓപ്ഷൻസ് വരും. മൊബൈൽ റീചാർജ്, പേ ഫോൺ നമ്പർ, സ്കാൻ QR കോഡ്, പേ ഫോൺ നമ്പർ ഇതെല്ലാം കാണാം. അപ്പോൾ നമുക്ക് എന്ത് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ഇതുപോലെ ആർക്കാണോ വേണ്ടത് ആ ഒരു കോണ്ടാക്റ്റിൽ നമുക്ക് പൈസ സെൻഡ് ചെയ്യാം. ഇനി അതുപോലെ നമുക്ക് അടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് QR കോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേ QR കോഡ് വന്നു. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെയ്യാം. ഇനി നമുക്ക് മൊബൈൽ റീചാർജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീചാർജ് ചെയ്യേണ്ട ഏതെല്ലാണോ, ഏത് മൊബൈലിലേക്കാണോ, ഏത് സിമ്മിലേക്കാണോ, ജിയോ, എയർടെൽ, BSNL ഇതുപോലുള്ളത് കാണിക്കും. നമുക്ക് വേണ്ടത് അവിടെ വെച്ച് റീചാർജും ചെയ്യാൻ കഴിയുന്നതാണ്. ഇനിയാണ് നമ്മൾ ശരിക്കും ഗൂഗിൾ പേയുടെ ട്രിക്ക് പറയാൻ പോകുന്നത്. ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിൽ ഈ സ്കാൻ QR കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഹോം സ്ക്രീനിൽ വന്നിട്ട് മുകളിൽ നിൽക്കും. നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇത് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ പേ ഫോൺ നമ്പർ എന്നുള്ള ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിതാ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോം സ്ക്രീനിൽ വന്നിട്ട് നിൽക്കുന്നതായി കാണാം. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഒന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൊബൈൽ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഹോം സ്ക്രീനിൽ പേ ഫോൺ നമ്പറിലൊന്ന് ലോഗോ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ ഡയറക്റ്റ് പോകുന്നത് പേ ചെയ്യാനുള്ള ഗൂഗിൾ പേ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് കണ്ട. ഇനി അതുപോലെ ഹോം സ്ക്രീനിലെ QR കോഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് QR കോഡിലേക്ക് സ്കാൻ ചെയ്യുന്നതായി കാണാം. ഇനി അതുപോലെ ഈ മൊബൈൽ റീചാർജ് എന്നുള്ളത് ഹോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ ഹോം സ്ക്രീനിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആർക്കെങ്കിലും റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറ്റു ഏത് സിമ്മിലേക്കാണ് നമുക്ക് റീചാർജ് ചെയ്യേണ്ടത്, എയർടെൽ, ജിയോ ഏതിലേക്കും നമുക്ക് ഇതുപോലെ റീചാർജ് ചെയ്യാം. വളരെ എളുപ്പത്തിലാണ്. സാധാരണ നമ്മൾ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിക്കൊണ്ട് നമുക്ക് എവിടെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. സോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെ നമ്മൾ ഹോം സ്ക്രീനിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ആപ്ലിക്കേഷനെ പരിധി പിടിക്കേണ്ട ആവശ്യമില്ല. തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. പെട്ടെന്ന് നമുക്ക് ആർക്കെങ്കിലും പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജസ്റ്റ് ആ ലോഗോ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. സോ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.